എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം കണ്ണിന് താഴെയുള്ള ഒരു കറുപ്പ് നിറം. അപ്പോൾ ആ കറുപ്പ് നിറം ഉള്ളപ്പോൾ നമ്മളുടെ ആ ഗ്ലാമറിന് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതൊരു വൈക്ലഭ്യമായിട്ട് മാറും. അപ്പോൾ അതിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനായിട്ട് നമുക്ക് ചെറിയൊരു പൊടിക്കൈകൾ, അതായത് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 2 ഗ്രീൻ ടീ ബാഗുകൾ നനച്ച് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. ശേഷം അവ എടുത്ത് 15-10 മിനിറ്റ് നേരം കണ്ണിന് മുകളിൽ വച്ചിട്ട് കഴുകിക്കളയണം. ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന കഫീനും ആൻറ്റി ഓക്സിഡൻറ്റും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്നു. പക്ഷേ കറുപ്പ് വരുന്നത് മെയിനായിട്ട് കാരണങ്ങൾ നമ്മൾ അറിയണണ്ട. അതായത് ക്ഷീണം, പിന്നെ ഉറക്കക്കുറവ്, ശരീരത്തിൽ വെള്ളമില്ലാത്ത നിർജ്ജലീകരണ അവസ്ഥ, അമിതമായ സ്ക്രീനിൻ്റെ ഉപയോഗം, ഇവയെല്ലാം കണ്ണിന് താഴെ കറുപ്പ് ഉണ്ടാക്കാം. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചതിന് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നമുക്ക് എളുപ്പം മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളരിക്ക. അതായത് വെള്ളരിക്ക മേടിച്ചിട്ട് അരിഞ്ഞ് ചതച്ച് ഒരു കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. 30 മിനിറ്റിന് ശേഷം എടുത്ത് കണ്ണിന് മുകളിൽ വയ്ക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ കഴുകിക്കളയണം. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഇത് വളരെ നല്ലതാണ്. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ മുറിച്ചെടുത്ത് 10-15 മിനിറ്റ് കണ്ണിന് മുകളിൽ വയ്ക്കണം. ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അന്നജം കറുപ്പ് നിറം മാറ്റാൻ വളരെ ഫലപ്രദമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ കറ്റാർവാഴ ജെൽ പതിവായി കണ്ണിന് ചുറ്റും പുരട്ടുന്നത് കറുപ്പ് അകറ്റാൻ സഹായിക്കുന്നു. കറ്റാർവാഴ ചർമ്മത്തിലെ ഈർപ്പം മെച്ചപ്പെടുത്തുകയും ഇരുണ്ട വൃത്തങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. കറ്റാർവാഴയിലൂടെ ആൻറ്റി ഓക്സിഡൻറ്റും പ്രോട്ടീനും കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ ഈ 4 മാർഗ്ഗങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു നോക്കുക. അധികം ചിലവില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും നല്ലൊരു ഗ്ലാമറോടെ ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.